ഇതിനെക്കുറിച്ച് ഒരല്പ വാക്കുകൾ ഞാനൊന്ന് ബോധ്യപ്പെടുത്താം. ഇസ്രയേൽ മക്കളെ വാഗ്ദത്ത ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ബാബിലോന്യൻ അടിമത്തത്തിലേക്ക് രാജാവ് അവിടെ കൊണ്ടാക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ജീവിത സുഖങ്ങളെ ആ ചെറുപ്പക്കാർക്ക് രാജാവ് പ്രദാനം ചെയ്തു. കാരണം ഈ കുട്ടികൾ യഹൂദാ ഗോത്രത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ രാജകുലത്തിൽപ്പെട്ടവരും സുന്ദരന്മാരും സുമുഖന്മാരും ബുദ്ധികൂർമ്മതയുള്ളവരും ആയിരുന്നു. എന്തിനാണ് ഇവരെ തങ്ങളുടെ ബുദ്ധിയും ചിന്തയുമെല്ലാം മറ്റൊരു രാജ്യത്തിന്റെ സേവനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. കാരണം ഈ നാളെ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു രാജ്യമുണ്ടായാൽ ആ രാജ്യം ഭരിക്കേണ്ടത് ഈ കുട്ടികളാണ്. കാരണം ഇവർ യഹൂദാ ഗോത്രക്കാരാണ്. ഇവരുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിച്ച് ഇവരുടെ ചിന്താധാരകളെ നിഷ്പ്രഭമാക്കി കളഞ്ഞാൽ ഒരു പ്രയോജനമുണ്ട്. ഇസ്രയേലിന് രാജാവില്ലാതെ വരും. ഇവരെ ഇവിടെ തന്നെ തകർത്തിട്ടാല് അവർക്ക് അത്തരത്തിലൊരു സാഹചര്യം സംജാതമാകും. ഇസ്രയേൽ മക്കൾക്ക് യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, അതിലും വലിയൊരു ലക്ഷ്യം സാത്താനുണ്ട്. അത് ഇസ്രയേലിന്റെ മുഴുവൻ വിമോചകനായ, ലോകത്തിന്റെ മുഴുവൻ വിമോചകനായ വാഗ്ദത്ത മശിഹ ജനിക്കേണ്ട ഗോത്രം യഹൂദ ഗോത്രമാണ്. ആ യഹൂദ ഗോത്രത്തെ മടങ്ങിപ്പോകാൻ ഇടവരുത്താതെ ഇവിടെ വെച്ച് ഉന്മൂലനം ചെയ്താൽ യഹൂദ ഒരു ബാലസിംഹം, അവൻ സിംഹി പോലെ പതുങ്ങിക്കിടക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ അവന്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല എന്ന വചനത്തിനെതിരെയാണ് ദൈവമക്കളെ ഇവിടെ ഇട്ടിട്ട് ഈ സുഖ സൗകര്യങ്ങളിൽ പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുവന് എന്തു വേണമെന്നറിഞ്ഞ് അതിനനുസൃതമായി പ്രവർത്തിച്ച് അവന്റെ വിശുദ്ധിയെ, ജീവിത വീക്ഷണങ്ങളെ, അവന്റെ ആത്മസമർപ്പണങ്ങളെ നശിപ്പിക്കുന്ന സാത്താന്റെ പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കാര്യക്ഷമതയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സുവിശേഷകരെ ചിലരിൽ പിശാച് വന്നിട്ട് അവരൊക്കെ അധികാരമോഹം കൊടുക്കും. അധികാരമോഹമാകണം ചിലർ ശുശ്രൂഷകൾ തകരാൻ കാരണം. പണത്തോടുള്ള ആർത്തിയാകണം ശുശ്രൂഷകൾക്ക് ജ്വലനം കിട്ടാതെ പോകുന്നതിന്റെ കാരണം. നൂറ് കാരണങ്ങളാൽ നമ്മെ ഒതുക്കി തകർക്കാൻ ശത്രു പതിയിരിക്കുമ്പോൾ ഭക്തനൊരു കാഴ്ചപ്പാടുണ്ട്. ഇതല്ല എന്റെ വിളി, ഇതല്ല എന്റെ ശുശ്രൂഷ, ഇതല്ല എന്റെ പ്രമോഷൻ. നെബൂഖദ്നേസർ തരുന്ന ഒരു പരിഗണനയുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇതിലൊന്നും നിരാശരാകരുത്. നമുക്കൊപ്പം വന്ന പലരും നമ്മെക്കാൾ വേഗത്തിൽ ഒരു സ്ഥാനത്തെത്തുമ്പോഴോ, നമ്മുടെ ജൂനിയേഴ്സ് നമ്മളെ പിന്തള്ളി വളരെ മുന്നോട്ട് പോകുമ്പോഴോ നമുക്കുണ്ടാകേണ്ടത്, ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദൈവത്തിന് എൻ്റെ മീതെയുള്ള വാഗ്ദത്തത്തിന് ഒരു കുറവുമില്ല. എനിക്ക് വേണ്ടിയുള്ള അവിടുത്തെ കരുതല് എൻ്റെ ചിന്തയ്ക്ക് അതീതമാണ്. എൻ്റെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാർത്ഥനയോടെ വേണം നമ്മുടെ സമയത്തിന് കാത്തിരിക്കാൻ. ഏത് ഘട്ടത്തിലും നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് പ്രസംഗമാകാം, ജീവിത ശുശ്രൂഷകളാകാം, പലവിധത്തിലെ കാര്യങ്ങളാകാം. നമുക്ക് ശുശ്രൂഷയാണ് വലുത്, മറ്റൊന്നുമല്ല. അപ്പോൾ തന്നെ നേതൃനിരയിലൊക്കെ പ്രവർത്തിക്കുന്ന ദാസന്മാർക്ക് വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. അവരെ ദൈവം ആ നിലയിലാണ് ആ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ മറ്റൊരാൾ ആ വിധത്തിൽ ചിന്തിച്ചാല് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അതിലായിരിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു നിലയിലായിരിക്കണം. ഇവിടെ ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ പറയുന്ന ദൈവത്തിന്റെ ദാസന്മാർ അവർ വന്ന് ഇപ്പോൾ പെട്ടിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാനൊന്ന് പറയാം. എങ്കിലേ ഇവരെ ഇവിടെ തളച്ചിടാൻ ശത്രു കാട്ടിയ ആ ലക്ഷ്യം ഞാൻ പറഞ്ഞു. ഇന്നലെ എല്ലാ സുഖ സൗകര്യങ്ങളും നല്ല ആഹാരവും അവർക്ക് കൊടുത്തപ്പോൾ അവർ ഈ ആഹാരം കഴിച്ചില്ല. ഈ ഭക്ഷ്യവസ്തുക്കൾ അവർ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇത് കേട്ടാൽ നമുക്കും ഈ ആഹാരം വേണ്ടെന്നും വെച്ച്, ഭക്ഷ്യവസ്തുക്കൾ വേണ്ടെന്നും വെച്ച് ഇവിടെ കഴിഞ്ഞാലോ എന്ന ആ ചിന്തയിലേക്ക് നമുക്ക് തോന്നും. എന്നാല് അവർ ആസ്വദിച്ച ഭക്ഷണവും അവർക്ക് കൊടുത്ത ജീവിത സൗകര്യങ്ങളും ഞാൻ ഒരു വാക്കിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ശ്രദ്ധിച്ചിരിക്കണം. ഇസ്രായേൽ മക്കളെ അടിമകളാക്കി പിടിച്ച് നെബൂഖദ്നേസർ തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ മനോഹരമായി ഈ സിറ്റി പുനർനിർമ്മിച്ചിരുന്നു. അതിന് വളരെ വർഷങ്ങൾക്ക് മുന്നേ രാജാവ് തനിക്ക് ഒരു മഹത്തായ തലസ്ഥാന നഗരി പണി കഴിപ്പിച്ചു. രാജാവിന്റെ തലസ്ഥാന നഗരിയുടെ പേര് സിറ്റി ഓഫ് ബാബിലോൺ എന്നായിരുന്നു. സാമ്രാജ്യത്തിലെ പ്രധാന സിറ്റി എന്ന അർത്ഥത്തിൽ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ ഒരു ബാബിലോന്യ പട്ടണം. ബാബിലോന്യ പട്ടണത്തിന്റെ നീളം 14.5 മൈലും വീതിയും 14.5 മൈലും
അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സമചതുര പട്ടണമായിരുന്നു ബാബിലോൺ. ഈ പട്ടണം യൂഫ്രട്ടീസ് നദിയുടെ അക്കരയും ഇക്കരയുമായി വ്യാപിച്ചു കിടന്നു. ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് നദി സ്വച്ഛന്തം ഒഴുകുന്നു. നദിക്കക്കരയും ഇക്കരയുമായി കിടക്കുന്ന ഈ 14.5 അല്ലെങ്കിൽ 15 മൈൽ ചുറ്റളവുള്ള ഈ മഹാനഗരം, അത് 87 അടി തിക്നെസ് വരുന്ന, കനം വരുന്നത്, ഏകദേശം 50 അടിയോളം ഉയരം വരുന്നതുമായ ഒരു പടുകുറ്റൻ മതിൽ കെട്ടി ബലവത്താക്കി. വലിയ മതിൽ, 87 അടി തിക്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താണ്, 50 അടി ഉയരം എന്ന് പറഞ്ഞാൽ ഓർത്താണ്. അത്രയും വലിയ ഒരു മതില്. ഈ മതിൽക്ക് മുകളിൽ കൂടി 2 വീതം കുതിരകളെ പൂട്ടിയ 5 രഥങ്ങൾക്ക് ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന വിസ്തൃതി ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള ഒരു ഹൈവേ പോലെയായി. ഇതിന്റെ നിശ്ചിത ഇടങ്ങളിൽ കാവൽ ഗോപുരങ്ങൾ പണികഴിപ്പിച്ചിരുന്നു. മതിൽക്ക് മുകളിൽ, ഈ മതിൽക്ക് മുകളിൽ ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളുടെ സാന്നിധ്യം അറിയുന്ന, അതിനുവേണ്ടി പതിയിരിപ്പുകാരെ ഒറ്റുനോക്കാൻ ആക്കിയിരുന്നു. ജാഗരൂകരായി മുകളിൽ ബാബിലോന്യ പട്ടാളം എപ്പോഴും യാത്ര ചെയ്തിരുന്നു. ഇതിനു മുകളിൽ സൈനിക ഓഫീസുകൾ ഉണ്ടായിരുന്നു, കാര്യാലയങ്ങൾ ഉണ്ടായിരുന്നു, ധാന്യമണികൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ ഉണ്ടായിരുന്നു. ഇതിനു മുകളിൽ സുരക്ഷാ സംബന്ധിയായ നിരവധി കാര്യാലയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊന്നിലാണ് ദാനിയേൽ ജീവിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ദാനിയേൽ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറക്കുന്നത്. വലിയ ബൃഹത്തായ ഒരു പട്ടണം, അതിനു ചുറ്റും ഒരു മതിൽ. ഈ പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വളരെ മനോഹരമായി പണി കഴിപ്പിച്ച 100 വാതിലുകൾ, 100 വാതിൽ കൂടാതെ ഒരു പ്രധാന പ്രവേശന കവാടവും ഉണ്ട്. ഈ പ്രധാന പ്രവേശന കവാടം അത് വളരെ മനോഹരമായി പണി കഴിപ്പിച്ച താമ്ര നിർമ്മിതമായ കൊത്തുപണിയോട് കൂടിയ ഒന്നായിരുന്നു. താമ്ര നിർമ്മിതമായ അതിൽ ഇരുമ്പ് ഓടാമ്പൽ ചെലുത്തി അത് മനോഹരമാക്കി നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ കട്ടി, ആ തിക്നെസ് നിമിത്തം മനുഷ്യൻ തള്ളിയാലോ വലിച്ചാലോ തുറക്കാത്ത കനമായിരുന്നു. സ്പ്രിംഗ് ആക്ഷൻ ഉള്ള കഥകാണ്. അടച്ചു കഴിഞ്ഞാലുടൻ, തുറന്നു കഴിഞ്ഞാലുടൻ തന്നെ വന്ന് അടയും. സൂക്ഷിക്കുന്നില്ലെങ്കിൽ അതിൽ തട്ടി ആളിന് മരണം വരിക്കുന്ന വിധത്തിൽ അഗാധം സൃഷ്ടിക്കാൻ കഴിയുന്ന കഥകുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ഇത് തുറക്കാൻ ആനകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ കഥക് തുറക്കാൻ, ഈ കഥക് അങ്ങനെ തുറക്കത്തില്ല, അടഞ്ഞു കിടക്കുകയാണ്, ഭയങ്കര സുരക്ഷയാണ്. ഇവ കൂടാതെ 100 കഥകുകൾ വേറെയുണ്ട്. ഈ 100 കഥകും പ്രധാന പ്രവേശന കവാടവും തുറക്കാറില്ലെന്ന് പറഞ്ഞാൽ ആണ്ടിൽ 4ഓ 5ഓ തവണ ഒരു കഥക് തുറന്നാൽ ഇന്ന് തുറക്കുന്ന വാതില് നാളെ തുറക്കില്ല. അടുത്ത ദിവസം മറ്റൊരു വാതിലാണ്. സുരക്ഷ പരിഗണിച്ച് രാജാവും പരിവാരങ്ങളും ഇറങ്ങിപ്പോകുന്നതും വരുന്നതും ഏത് വഴിയിലൂടെയെന്ന് അടുത്ത അനുചരനാണ് തീരുമാനിക്കുന്നത്. അത്ര ചിട്ടയുള്ള സുരക്ഷയുള്ള ഒരു നഗരമായിരുന്നു അത്. വല്ലപ്പോഴും മാത്രം തുറക്കുന്ന ഈ പ്രധാന കവാടം അവരുടെ ദേവതയായ ഇഷ്ടാറിന്റെ രൂപം കൊത്തിവെച്ചതായി. ഇഷ്ടാർ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞ സെമിറാമീസിന്റെ മറ്റൊരു പേരാണ്. ഇഷ്ടാർ ദേവതയുടെ രൂപം കൊത്തിവെച്ച ഈ കഥക് ഇരുമ്പോടാമ്പലെല്ലാം ചെലുത്തി താമ്ര നിർമ്മിതമാക്കി മിനുക്കി തയ്യാറാക്കി വെച്ചവയായി. ഇവിടേക്ക് 100 കഥക് വേറെയുണ്ട്. ആ കഥകൾ എല്ലായ്പ്പോഴും അങ്ങനെ അടഞ്ഞു കിടക്കും. ഭയങ്കര സുരക്ഷയാണ്. ദേവന്റെ ഓർമ്മ പെരുന്നാളിലും മറ്റ് തിരുനാളുകളിലും ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ മാത്രം പ്രധാന വാതിൽ ഇഷ്ടാർ ഗേറ്റ് തുറക്കും.
അങ്ങനെ തലങ്ങും വിലങ്ങുമായി റോഡുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായും ഈ ഗേറ്റ് കടന്നാൽ നീളത്തിൽ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരു റോഡാണ്. ഈ റോഡ് ചെത്തിയെടുത്ത ചുണ്ണാമ്പ് കല്ലുകൾ പാകി മിനുക്കി മിനുസമാക്കി മനോഹരമാക്കി നിലത്ത് ടൈൽസ് ചെയ്തിരുന്ന ഇതിന്റെ രണ്ടോരത്തും കായ്കനികൾ കൊണ്ട് സമ്പുഷ്ടമായ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരങ്ങളുടെ ശിഖരങ്ങൾ തമ്മിൽ മുട്ടി അതിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വളരെ തണുപ്പും കുളിർമയും പകരുന്ന അന്തരീക്ഷം ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇനിയുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയാം. അങ്ങനെ മനോഹരമാണ് ഇതിനുള്ളിൽ. ഈ റോഡ് നേരെ കടന്നു പോകുമ്പോ ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് എന്ന മഹാനദി ഒഴുകുകയാണ്. അക്കരെ ഇക്കരെ കടക്കാൻ ഒരു പാലമുണ്ട്. ഈ പാലത്തിന്റെ അങ്ങുമിഞ്ഞും ഭാഗത്ത് രണ്ട് ഗോപുരങ്ങൾ, മറ്റൊരളവിൽ പറഞ്ഞാൽ ഗോപുരങ്ങളിൽ ചെലുത്തിയാണ് പാലം ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പുനലൂരെ പേപ്പർ മില്ലിന്റെ അടുത്തൊക്കെ ഉള്ള തൂക്കുപാലം പോലെ പണി കഴിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ഗോപുരങ്ങളിൽ ചെലുത്തിയിട്ടിരിക്കുകയാണ്. ഗോപുരം ചെറുതല്ല. ആ ഗോപുരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു വിസ്മയമുണ്ട്. ആ ഗോപുരം അതില് നേരെയുള്ള പാതയ്ക്കൊപ്പം താഴേക്ക് നമ്മെ നയിക്കുന്ന ഒരു പടിക്കെട്ട് കാണാം. ആ പടിക്കെട്ടിറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഭൂഗർഭ തുരങ്കത്തിലെത്തുകയാണ്, ഒരു ഭൂഗർഭ അറയിലെത്തുകയാണ്. ഈ അറയുടെ പ്രത്യേകത, ഇത് നദിക്കടിയിൽ കൂടിയാണ് അക്കരെ ഇക്കരെ കടക്കത്തക്ക വിധം ഒരു പാസേജ് ഉണ്ട്. നമുക്ക് ആധുനിക ശില്പവിദ്യകളെ മുഴുവൻ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ഇതിനകം പണിത് പ്രത്യേക തരത്തിൽ ചോർച്ചയടച്ച് വെള്ളം താഴേക്ക് ഇറങ്ങാതെ സൗകര്യങ്ങൾ ചെയ്ത് ഒരു ഭൂഗർഭ അറ. ഇതിനകത്ത് പടുകുറ്റൻ വിരുന്നുശാല, അതാകട്ടെ മാർബിൾ ഒട്ടിച്ച് മനോഹരമാക്കിയ ഭിത്തി. ആ ഭിത്തി പോളിഷ് ചെയ്തിട്ട് അതിലേക്ക് ചുണ്ണാമ്പ് ചൂളയിൽ നിന്നെടുക്കുന്ന ഒരു തരം വാതകത്തിൽ തീ പടർത്തിയിട്ട് ആ തീയുടെ പ്രതിഫലനം ഈ അപ്പുറത്തുള്ള മാർബിൾ ഫലകങ്ങളിലേക്ക് അടിച്ച് അതിന്റെ വെളിച്ചം അവിടെ എല്ലാം പ്രതിഫലിക്കും. ഒരു മങ്ങിയ വെളിച്ചമാണ് എപ്പോഴും അവിടെ കിട്ടുക. ഒരു ഹോട്ടലിലെ ആ വെളിച്ചം പോലെ ഇത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലം. അവിടെ തീന്മേശകളും കുതിരയുടെ ലാടത്തിന്റെ ആകൃതിയുള്ള തീന്മേശകൾ. ഈ തീന്മേശകളിൽ ഭക്ഷ്യവസ്തുക്കൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതില് ഇടിച്ചെടുത്ത ധാന്യമണികളിൽ ഉണ്ടാക്കിയ വ്യത്യസ്ത തരങ്ങളിലുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതില് വ്യത്യസ്ത രീതിയിൽ പാകപ്പെടുത്തിയ മത്സ്യമാംസാദികൾ, വീഞ്ഞു നിറച്ചു വെച്ച കുപ്പികൾ, വീര്യമുള്ള മദ്യം നിറഞ്ഞ പാനപാത്രങ്ങൾ, ധാരാളം ഭക്ഷ്യവസ്തുക്കളും ഫലവർഗങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടെ വേറൊന്നു കൂടി കാണണം. ഈ ഭക്ഷ്യവസ്തുക്കളും മദ്യവുമൊക്കെ വിളമ്പിക്കൊണ്ട് ക്ഷണിതാക്കൾക്ക് കൊടുക്കുന്നത് നഗ്നരോ അർത്ഥനഗ്നരോ ഒക്കെയായ സുന്ദരി സുന്ദരന്മാരായ കുട്ടികൾ, അവര് അല്ലെങ്കിൽ ചെറുപ്പക്കാർ പാട്ടുപാടി ആനന്ദ നൃത്തം ചെയ്ത് ഇത് കുടിക്കാൻ കൊണ്ട് കൊടുക്കാൻ. ചുരുക്കത്തില് ഏറ്റവും മ്ലേച്ഛമായ ഒരു സ്ഥലം, മദ്യപിക്കാനുള്ള സ്ഥലം, മറ്റ് ഭൗതിക സുഖസൗകര്യങ്ങളുടെ വിഹാര കേന്ദ്രം, ഇവിടെ ഇരുത്തിയാണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ഈ മക്കൾ അവിടെ ചെന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചില്ല. നമ്മളാണെങ്കിൽ പറയാതെ അവിടുത്തെ കൾച്ചറാ. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ സംസ്കാരം അങ്ങനെ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആ കൂടെ കൂടുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്കാണ് ഇന്നുള്ള നമ്മുടെ യാത്ര. അവിടുത്തെ രീതി എങ്ങനെ, അതുകൊണ്ട് നമ്മളും അങ്ങനെ ആകണം. സഹോദരങ്ങളെ, എവിടുത്തെ രീതി എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമുക്കൊരു സംസ്കാരം വിശുദ്ധ ബൈബിള് തരുന്നുണ്ട്. നമുക്കൊരു സംസ്കാരം നമ്മുടെ കർത്താവ് വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിൽ തരുന്നുണ്ട്. അതെന്നും മുൻനിർത്തി വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഈ സുഖ സൗകര്യങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഈ മക്കളെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ വീഞ്ഞു കുടിച്ചും ഈ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചും ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല, ഞങ്ങൾക്കിത് ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇവരിതിനാണ് ശാഖപദാർത്ഥം കഴിക്കുന്നത്. ഈ ഭക്ഷ്യവസ്തുക്കളോടുള്ള അവരുടെ പ്രധാന അകലം
ഇത് പാകപ്പെടുത്തി വിടുന്ന സ്ഥലം. അത് ഇവർക്കൊരു ദേവനുണ്ട്, ഒരു മദ്യത്തിന്റെ ദേവൻ. നമ്മുടെ നാട്ടിലൊക്കെ മദ്യത്തിനൊരു വകുപ്പ്, ഒരു മന്ത്രിയാവുള്ളത്. അവിടെ ഇതിനെല്ലാം ദൈവങ്ങളാണ്. അവരുടെ മദ്യദേവന്റെ പേരാണ് മാർട്ടൂക്ക്. മലയാളത്തിൽ മെരോദക്ക് എന്ന് കിടക്കും. മെരോദക്ക്. ഈ മെരോദക്കിന്റെ ഒരു നഗ്നപ്രതിമയുണ്ട്. ആ നഗ്നപ്രതിമയുടെ ശിരസിലേക്ക് നിവേദിച്ച മദ്യം അതിങ്ങനെ മുകളിൽ നിന്ന് ഊറി താഴെ വന്നു ഒരു തളത്തിൽ കെട്ടിക്കിടക്കും. അവിടെ പൊളിച്ച് വീര്യം കൂടി കിടക്കുന്ന മദ്യം അതൊരു പൈപ്പിലൂടെ ശേഖരിച്ച് ഇതാണ് കുടിക്കാൻ കൊണ്ടു കൊടുക്കുന്നത്, നിവേദിച്ച മദ്യം. രണ്ടാമത്തത്, ഈ ഭക്ഷ്യവസ്തുവിന് ഒരു പ്രശ്നമുണ്ട്. കളക്കുറ്റനെ അറുത്ത് യാഗമർപ്പിച്ച ശേഷം യാഗാദി കർമ്മങ്ങൾക്കൊടുവിൽ പൂജാവസ്തുവാക്കി ഉപയോഗിച്ച മാംസം പാകപ്പെടുത്തിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് ഒരു യഹൂദനെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അവന്റെ ആ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്താൻ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ അവനെ നിർബന്ധിക്കുന്ന, പരോക്ഷമായി നിർബന്ധിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ അത് വേണ്ട എന്ന ഒരു ചിന്തയിലേക്ക് പോകാൻ കാരണം. ഈ വീഞ്ഞു കുടിച്ചും അത് ഈ മാംസം ഭക്ഷിച്ചും ഞങ്ങളെ തന്നെ അശുദ്ധരാക്കയില്ല. ഞാൻ ഇതിന്റെ ഈ മനോഹാരിത പലതും പറഞ്ഞു. ഇതിനകത്ത് കൊട്ടാരങ്ങളുണ്ട്, ഇതിനകത്ത് വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ ചുറ്റുമതിലിന്റെ ഉള്ളില് വേറൊരു മതിലുണ്ട്. ആ ചെറുമതിലിൽ നിന്ന് വലിയ മതിലിലേക്ക് അതിനിടയ്ക്ക് അല്പ സ്ഥലമുണ്ട്. അകത്ത് ഒരല്പ സ്ഥലം ഇട്ടിട്ട് വീണ്ടും ഒരു ചെറിയ മതില്. ഈ മതിലിൽ നിന്ന് വൻമതിലിലേക്ക് തിരിച്ച് ചെറിയ കളങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്, കള്ളികൾ. അതിലെല്ലാം വെള്ളം നിറച്ചിട്ട് അത് യൂബ്രട്ടീസ് നദിയിലെ വെള്ളം അടിമകളെ കൊണ്ട് ചക്രം ചവിട്ടി കറക്കി പമ്പ് ചെയ്യിച്ച് ഇവിടെ കയറ്റിയിരിക്കുകയാണ്. ഇത് കൂടാതെ ഇതില് മുതലകളെ പാർപ്പിക്കുന്ന കിടങ്ങാണ്. ഈ മതില് ചാടിയാൽ പോലും ഒരുവന് രക്ഷപ്പെടാൻ കഴിയാത്ത സുരക്ഷിതത്വമുള്ള കോട്ട. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒരു കതകെ തുറക്കൂ, അതിങ്ങനെ അടഞ്ഞു കിടക്കും. ഒരു പക്ഷിക്ക് പോലും പറന്നു കടക്കാൻ കഴിയാത്ത വലിയ സുരക്ഷിതത്വമുള്ള മതില്. ഇതാണ് നമ്മൾ കണ്ടത്. ഈ മതിലും സുഖസൗകര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തുപോകും. രാജാവ് വനവാസിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അഹീമിയ എന്നോ മറ്റാണ് അവളുടെ പേര്. അവൾ ഈ നാട്ടിൽ വന്നിട്ട് ഈ തിരക്കേറിയ പട്ടണം, പട്ടാളക്കാരുടെ ആ മാർച്ച്, അവിടെ കേൾക്കുന്ന ഈ വല്ലാത്ത ശബ്ദം അതവളെ ബുദ്ധിമുട്ടിച്ചു. അവള് കാട്ടിൽ നിന്നൊക്കെ വന്ന അവൾ ഈ ദുഃഖം രാജാവിനോട് പങ്കിട്ടപ്പോ രാജാവ് ഇതെല്ലാം അറിഞ്ഞിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിനായ തന്റെ അടിമകളെ കൊണ്ട് ഏതാണ്ട് ഒരു 1450 അടി ഉയരത്തിൽ ഒരു പടുകൂറ്റൻ മട്ടുപ്പാവ് പണി കഴിപ്പിച്ചു. ഈ മട്ടുപ്പാവിന്റെ പ്രത്യേകത, അത് ഒരു കുന്നുപോലെ പ്രത്യേക നിലയിൽ പണി കഴിപ്പിച്ചതാണ്. അതിലേക്ക് ചോർച്ച തടയാൻ പശമണ്ണും കുമ്മായവും ചേർത്ത കൂട്ടുകൊണ്ടുണ്ടാക്കിയ കോൺക്രീറ്റ്, അതിൽ കല്ലുകൊണ്ടുള്ള തൂണുകൾ ഒക്കെ നാട്ടി ഒരു മനോഹരമായ മട്ടുപ്പാവോട് കൂടിയ കൊട്ടാരം. ഈ കൊട്ടാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഓരോ തലങ്ങളിലും മണ്ണ് നിറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. അതിന്റെ മുകളില് മനോഹരങ്ങളായ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ കൊട്ടാരത്തിന് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതിന്റെ നടുവിലൊരു പടുകുറ്റൻ മല, ആ മലയ്ക്ക് മുകളിൽ ഇങ്ങനെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹാരിത കാണാൻ സാധിക്കും. 10 അടി വിസ്തൃതിയുള്ള ചുറ്റുകോവണി ഇതിന് ചുറ്റുമുണ്ട്. അതുവഴിയാണ് മുകളിൽ ചെല്ലുന്നത്. ഇനി ഇതിലേക്ക് ഓരോ തട്ടുകളിൽ ടാങ്കുകൾ ഉണ്ടാക്കി യൂബ്രട്ടീസ് നദിയിലെ വെള്ളം പല ഘട്ടങ്ങളിലൂടെ ചക്രം ചവിട്ടി മുകളിൽ എത്തിച്ച് അത് വീണ്ടും എത്തിച്ച് അവിടെ നിന്ന് ഒരു ജലധാര, വൈദ്യുതിയും മോട്ടോർ സംവിധാനങ്ങളും കണ്ടുപിടിക്കാത്ത പഴയ കാലത്ത് അടിമകൾ ചക്രം ചവിട്ടി കറക്കി അവരുടെ ഡ്യൂട്ടിക്കിട്ടിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായ നിലയിൽ പ്രവർത്തിക്കുന്ന ജലധാര ആ വിധത്തില് പൂന്തോട്ടവുമൊക്കെ ഉണ്ടാക്കി രാജാവ്. ഇതൊക്കെ ചെയ്തിട്ടാ ചക്രവർത്തി പറയുന്നത്, ഇത് ഞാൻ എൻ്റെ മഹത്വത്തിന്റെ പ്രതാപത്തിനായി ഉണ്ടാക്കിയ മഹതിയാം ബാബേലല്ലയോ ഇത് എന്ന പ്രയോഗം. മനസ്സിലായോ? അപ്പോ ഇത്രയൊക്കെ ചെയ്തിട്ടാ നമ്മളാണെങ്കിൽ ഒരു ചെറിയ വീട് ലോൺ എടുത്ത് വെച്ചിട്ടാ ഇതൊക്കെ പറയുന്നു. നമ്മളോ പുള്ളിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒരു ലോൺ എടുത്ത് അത്യാവശ്യം ജീവിക്കാൻ കൊള്ളാന്നൊരു വീട് പണിതിട്ട് പറയും ഞാനിതെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നെഞ്ചും തളവ് EMI അടയ്ക്കാൻ വിഷമിക്കുമ്പോൾ രാജാവിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഞാൻ എൻ്റെ
പ്രതാപത്തിന്റെ മഹത്വത്തിനായി പടുത്തുയർത്തിയ മഹതിയാം ബാബേലല്ലയോ ഇത്. ഇങ്ങനെയാണ് ഈ രാജ്യം. ഇവിടെയാണ് ഇസ്രായേൽ മക്കൾ പാർത്തത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ചിന്തിച്ചൊരു കാര്യം, ഞങ്ങള് ഇവിടം വിട്ടു പോകും, ഇതൊന്നുമല്ല ഞങ്ങളുടെ നാട്, ഇവിടുത്തെ ഉയർച്ച ഒന്നുമല്ല നമ്മുടെ ഉയർച്ച. അവരതുകൊണ്ട് തരം കിട്ടുമ്പോഴൊക്കെ ദാനിയേലിനൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. ദാനിയേലിനാണ് ഈ ക്യാപ്റ്റൻസി. അദ്ദേഹം വളരെ അറിവും വിവേകമുള്ള മനുഷ്യനാണ്. അദ്ദേഹം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ ദാനിയേലിന് മനസ്സിലായി, ഒരു ദിവസം ഞങ്ങൾ ഇവിടം വിട്ടു പോകും. തന്റെ മക്കൾ ഇവിടം വിട്ടു പോകുമെന്ന് വെറുതെ വിശ്വസിച്ചതല്ല, ഇവരെ ഇവിടെ നിന്നൊരു രാജാവ് വന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്ത ദേശത്ത് എത്തിക്കും എന്ന് അദ്ദേഹം കൃത്യമായി വിശ്വസിച്ചു. അതിന് കാരണമുണ്ട്. ഇവർ ഇവിടേക്ക് വരുന്നതിന്, അടിമകളായി തീരുന്നതിന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു, യെശയ്യാവ്. ഏതാണ്ട് 70 മുതൽ 100 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, ഇവിടെ അകപ്പെട്ടു പോയ ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. അവർ വാഗ്ദത്ത ദേശത്ത് തിരിച്ചു, അവർ വീണ്ടും ആലയത്തെ പണി, അവർ വീണ്ടും പഴയതുപോലെ അഭിവൃദ്ധിയിലേക്ക് തിരിച്ചു വരും. ഒത്തിരി പ്രവചനങ്ങളുണ്ട്. എന്റെ അത്ഭുതം, ഇവരെ തിരികെ കൊണ്ടുപോകാൻ ദൈവം പദ്ധതിയിട്ട ഒരു രാജാവിന്റെ പേരും കാലഘട്ടവും സംഭവ വികാസങ്ങളും കൃത്യം പ്രവചിച്ചു യെശയ്യാവ്. നമുക്കിന്ന് യെശയ്യാവ് പ്രവചിക്കുന്ന ആ പ്രവചനത്തിലേക്ക് ഒന്ന് പോകാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ 45-ന്റെ 1 മുതൽ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കും. എനിക്ക് ഒന്നുകൂടി ഇത് ശരിക്ക് ശ്രദ്ധിക്കണം. പ്രവാചകനായ യെശയ്യാ ബാബിലോന്യ വിടുതൽ നിർവഹിക്കുന്ന രാജാവിനെ കുറിച്ച് പറയുന്ന കാലത്ത് ഈ പറയപ്പെട്ട രാജാവ് ജനിച്ചിട്ടില്ല. ആ രാജാവിന്റെ പേര് കോരശ് എന്നാണ്. 44-ന്റെ 28 പറയുന്നു, കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കുന്നു. എന്റെ ഹിതം നിവർത്തിക്കുന്ന കോരേശിനെ കുറിച്ച് പറഞ്ഞിട്ട്, അഭിഷിക്തനായ കോരേശ് ഇത് പിൽക്കാലത്ത് പേർഷ്യ ഭരിക്കാനിരിക്കുന്ന ചക്രവർത്തിയുടെ പേരാണ്. നമ്മുടെ ദൈവം പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. നമ്മുടെയൊക്കെ പേര് വിളിക്കാൻ ഈ ദൈവത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഹല്ലേലൂയ. പേര് ചൊല്ലി അവൻ വിളിക്കും. ജനിക്കാനിരിക്കുന്ന ആളിന്റെ പേര് 100 കൊല്ലം മുമ്പ് വിളിച്ച ഒറ്റ പ്രവാചകനെ ഉള്ളൂ, അത് ദൈവത്തിന്റെ പ്രവാചകനാണ്. പിറവി കൊള്ളാനിരിക്കുന്നവന്റെ പേര്, ഒരു പേർഷ്യൻ ചക്രവർത്തിയുടെ പേര് കോരേശ് എന്ന് വിളിക്കുമ്പോൾ കോരേശിന്റെ മുത്തച്ഛൻ ജീവിച്ചിരിപ്പെങ്കിലേ ഉള്ളൂ. ആ പ്രായത്തിൽ ചെറുകുഞ്ഞിനെ നോക്കി, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിന്റെ പേർ ചൊല്ലി വിളിക്കാൻ വിശുദ്ധ തിരുവെഴുത്തിലെ ദൈവത്തിന്റെ ആത്മാവുള്ള അഭിഷിക്തന് കഴിഞ്ഞെങ്കിൽ വരാനിരിക്കുന്നത് മുൻകൂട്ടി കണ്ട് അതിന്റെ വഴികളെ സുഗമമാക്കാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാദൈവത്തിന്റെ ശബ്ദമാണ് പ്രവചനം. അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധയോടെ കേട്ടിരിക്കാം. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചോളൂ ബാക്കി. അവന് ജാതികളെ കീഴടക്കി, അപ്പൊ ജാതികളെ അവൻ കീഴടക്കും, രാജാക്കന്മാരുടെ അരക്കച്ച അവൻ അഴിച്ചു കളയും. പിന്നെ കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. നിൽക്ക് ഇവിടെ ഒരു ഭാഗം നിങ്ങൾ കേട്ടോ. കതകുകൾ അടയാതിരിക്കേണ്ടതിനും വാതിലുകൾ അവന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഏത് കഥ കാണുന്ന മനസ്സിലായോ?
ബാബിലോന്യ കോട്ടയ്ക്കകത്ത് അകപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളെ രക്ഷിച്ചു വാഗ്ദത്ത ഭൂമിയിൽ തിരിച്ചുവിടാൻ ദൈവം കണ്ടവന് വിലങ്ങുതടിയായി ബാബിലോന്യ കോട്ടയ്ക്ക് ചുറ്റും ഒരിക്കലും തുറക്കാത്ത, വല്ലപ്പോഴും തുറക്കുന്ന 100 കതകുകൾ എപ്പോഴും അടഞ്ഞു കിടക്കും. ഈ കതക് ഉറപ്പിക്കുന്ന കൊല്ലൻ, അതിന് പൂട്ടിടുന്ന തച്ചുശാസ്ത്ര വിദഗ്ധൻ, കോട്ട നിർമ്മിക്കുന്ന കരുത്തരായ അടിമകൾ, നേതൃത്വം കൊടുക്കുന്ന നെബൂഖദ്നേസർ, ഇവറ്റകൾ ജനിക്കും മുമ്പ് തങ്ങൾക്കെതിരെ പടുത്തുയർത്തിയ ബാബിലോന്യ കോട്ട കണ്ടിട്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ആ കതകുകൾ അടയാതിരിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നു കിടക്കേണ്ടതിന്, ഈ സൈന്യവുമായി ചെല്ലുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാ! ഈ തച്ചുശാസ്ത്ര വിദഗ്ധൻ ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ്, കണക്കെടുപ്പ് നടത്തിയ എഞ്ചിനീയർ ജനിക്കും മുമ്പ്, അടിമകൾ ഇത് നിർമ്മിക്കും എന്ന് തീരുമാനിക്കും മുമ്പ്, അത് തിരിച്ചറിഞ്ഞ മഹാദൈവം ഈ തന്റെ മക്കളെ കുടുക്കിക്കളഞ്ഞ കോട്ട കണ്ടിട്ട് പറയുകയാണ്, അന്ന് കോട്ടയില്ല എന്ന കാര്യം കൂടി ഓർക്കണം. ആ കോട്ട കണ്ടിട്ട് വിളിച്ചു പറയാ, കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടത്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് കപ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഈ സംഭവം മനസ്സിലായോ? ആണ്ടിൽ വല്ലപ്പോഴും തുറക്കുന്ന, ആന കെട്ടി വലിക്കുന്ന പ്രധാന പ്രവേശന കവാടം ഇവറ്റകൾ നിർമ്മിക്കും മുമ്പ് തമ്പുരാൻ പറയാ, ഞാൻ നിന്റെ മുമ്പാകെ ചെല്ലും, ഞാൻ താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു കളയും, ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കും. അടുത്തതാണ് രസകരം, അടുത്ത വായിച്ചോളൂ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. മതി, ഇതൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്. അത് തന്നെ 1 മണിക്കൂർ വേറെ പറയണം. ഇരുട്ടിലെ നിക്ഷേപം എന്താ മനസ്സിലാക്കിക്കേ. രാജാവേ, നീ അവിടെ ചെല്ലുമ്പോ ഞാനാണ് നിന്നെ പേർ ചൊല്ലി വിളിച്ചതെന്ന് നിനക്ക് മനസ്സിലാകാൻ ചില ഗിഫ്റ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇരുട്ടത്ത് വെച്ചിരിക്കും, ആരും കാണാതെ. മറവിടങ്ങളിലെ ഗുപ്തനിധിയ നിനക്ക് ഞാൻ തരാൻ പോകും. നമുക്ക് ചിന്തിച്ചു വരുമ്പോ അറിയാം. അപ്പൊ നിനക്ക് മനസ്സിലാകും, നിന്നെ പേർ ചൊല്ലി വിളിച്ച എന്റെ നിന്നോടുള്ള കാരുണ്യം എത്ര വലുതും. ഞാനിവിടെ പറഞ്ഞ് നീട്ടാൻ സമയമില്ല, എന്റെ നിവൃത്തി പറഞ്ഞ് നമുക്ക് തീർക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടേക്ക് നെബൂഖദ്നേസറിന് ശേഷം മറ്റു 2 രാജാക്കന്മാര് ഭരിച്ചു, ഒടുക്കം ബേൽശസ്സർ ഭരിച്ചു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഈ ബേൽശസ്സർ ഭരിച്ചതും തീച്ചൂള ഉണ്ടാക്കിയതും ഒക്കെ അറിയാം. നമുക്കൊരു സമഗ്ര പഠനമല്ലിത് എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഈ ബേൽശസ്സർ ഭരിക്കുന്ന ഘട്ടത്തിൽ അയാള് ഒരു തീരുമാനമെടുത്തു. തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വിരുന്നൊരുക്കുക. മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മളൊന്നും ആ കൂടെ പെടുകയില്ല. വലിയ VIP ഒരാള് ഒരു VIP ആണെങ്കിൽ അയാളുടെ കൂടെ എത്ര പേര് കാണുമെന്നൊക്കെ, എത്ര പേര്. അപ്പൊ നമ്മൾ ആദ്യം ഓർക്കുക, വരുന്നവനാ VIP എന്നുള്ളൂ. അതാ ഒരു സത്യം. അങ്ങനെ തോന്നി. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്നു. ഞാൻ പണ്ട് ഈ ഹൈറേഞ്ച് ഭാഗത്തോടത്ത് ഒരു നീഗ്രോ സാഹിബിനെ പരിഭാഷപ്പെടുത്താം. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം, നമ്മുടെ ഈ ഷർട്ടും മുണ്ടൊന്നും പുള്ളിക്ക് പിടിക്കില്ല, പാൻറ്. അത് എന്നെ കോട്ടയത്ത് വന്നു എന്റെ വേഷമെല്ലാം മാറ്റി എനിക്ക് ഒരു സൂട്ടും ഒക്കെ എടുത്തു. പിന്നെ ഹൈറേഞ്ച് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, തണുപ്പുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അപ്പൊ ഇതൊക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ചെന്നു. ഈ ഹൈറേഞ്ചില് ഒരു സ്ഥലത്ത് ഇറങ്ങി. കുട്ടികളെല്ലാം ഇത് കണ്ടിങ്ങനെ കൂടിയ ടീമാരും തങ്ങളിൽ ചോദിക്കുക, ഇതിലാരായി നീഗ്രോ? മനസ്സിലായില്ലേ? ഇന്നീരെ പ്രസവിക്കുന്ന ഈ നീഗ്രോ ഇതിലാരാന്ന് ഇവര് തങ്ങളിൽ ചോദിക്കുക. അപ്പൊ ഞാന് അതോടുകൂടി എനിക്ക് മനസ്സിലായി, നമുക്ക് ചേരാത്ത വേഷം, നമുക്ക് പറ്റാത്ത കാര്യം
നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം വരുമോ? ഇതെന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഒരാളെ കൂടെ ഒരു 3-4 പേര് കാണി, ഇതിലാരാ VIP നമുക്കറിയത്തില്ല. ഒറിജിനൽ VIP കൂടെ വരും, അയാളെ ഇടിച്ചൊരു 3-4 പേര് കൂടെ. അപ്പൊ അവിടെ നർത്തകന്മാരും വാദ്യഘോഷങ്ങൾ മീട്ടുന്നവരും വ്യവസായികളും രത്നവ്യാപാരികളും മറ്റ് സംഗീതജ്ഞരും ഒക്കെ കൂടി 1000 പേരുടെ വിരുന്നെന്ന് പറഞ്ഞാൽ 10,000 പേരുടെ വിരുന്നും 10,000-10,000 പേർ 5,000 പേരെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കും. ഇത്രയും പേര് വിരുന്ന് തയ്യാറാക്കും. ഇവിടുന്ന് മൈലുകൾക്കപ്പുറത്ത് വേറൊരു ആലോചന നടക്കാം. അത് പേർഷ്യയില. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇറാൻ എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യത്തിന്റെ പഴയ പേരാണ് പേർഷ്യ. അപ്പൊ അവിടെ നിന്നാണ്, ഇറാനിൽ നിന്ന് വന്ന ആളുകളാണ് ഇന്ത്യയിലെ ആര്യന്മാർ. ഇറാനും ആര്യനും തമ്മിലുള്ള ഉച്ചാരണ ശുദ്ധി ഓർക്കണം. ഖൈബർ ചുരം കടന്നു കന്നുകാലികളെ മേയ്ക്കാൻ ഇവിടേക്ക് വന്നവരാണ് ആര്യന്മാർ. അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് നമ്മളോട് ഇവിടുന്ന് പോകാൻ പറയുന്നുള്ളത് വേറൊരു കാര്യം. അത് മറ്റൊരു സത്യം. ഞാനതൊക്കെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ചരിത്രം കൃത്യം പറഞ്ഞു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന ഒരു മാന്യന് ഞാൻ കൊടുത്ത മറുപടി കിടപ്പുണ്ട്. പോകേണ്ടത് നമ്മളല്ല, അത് സാറ് തന്നെയാണെന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഇവിടേക്ക് ഈ ഇറാൻ ഭരിച്ചിരുന്ന, ഇറാന്റെ പേര് പേർഷ്യ, രാജാവിന്റെ അന്നത്തെ പേര് കോരശ് എന്നായിരുന്നു. സൈറസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇവിടെ നെബൂഖദ്നേസറിന്റെ പേരക്കിടാവായ ബേൽശസ്സർ ഭരിക്കുന്നു. അപ്പുറത്ത് കോരശ് ഭരിക്കുന്നു. അപ്പോൾ ഈ ബേൽശസ്സറിന് ഒരാഗ്രഹം, ഇറാൻ ആക്രമിക്കണം, അല്ലെങ്കിൽ പേർഷ്യ ആക്രമിക്കണം. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം പുതിയ കാര്യമല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പേർഷ്യ ആക്രമിക്കണം. പേർഷ്യ ആക്രമിക്കണമെന്ന ചിന്ത അറിഞ്ഞ നാള് മുതൽ ഈ രാജാവ് അല്പം ബുദ്ധിമുട്ടി. കാരണം യുദ്ധത്തിൽ ഇറാഖിനെ തോൽപ്പിക്കാനുള്ള മേൽക്കൈ ഇറാനില്ല. വലിയ പാടാണ്. പക്ഷെ യുദ്ധം നേരിട്ടാ ചെറുക്കാതിരിക്കാനും വയ്യ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ അയാൾ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ്, നാളെ ഒരു ദിവസം ഈ ബാബിലോന്യ ചക്രവർത്തി തന്നെ വന്ന് ആക്രമിക്കും, അല്ലെങ്കിൽ ബേൽശസ്സർ. എന്താ പോംവഴി? ഒടുക്കം അദ്ദേഹം ഒരു തീരുമാനമെത്തി. ഒരു വഴിയുണ്ട്. അയാൾ ആക്രമിക്കാൻ ആയുധം സ്വരുക്കുട്ടി അണികളുമായി ഇവിടെ വരും മുമ്പ് ഞാൻ എന്റെ സേനയെ തെളിച്ച് അവിടെ ചെല്ലും. എന്നിട്ട് ബാബിലോണിനെതിരെ അങ്ങോട്ട് പൊരുതി പരമാവധി നാശം വിതച്ച് അവിടെ പൊരുതി മരിക്കും. പറ്റിയാൽ അവനെ തകർക്കും. അപ്പോൾ ഈ രാജ്യം സുരക്ഷിതാകും. പറഞ്ഞ യുദ്ധത്തിന് അവർ ഇങ്ങോട്ട് വരും മുമ്പ് അങ്ങോട്ട് കയറി അടിച്ചാൽ ഒരു മാനസിക മുൻതൂക്കം കിട്ടും. ചത്താൽ ചാകട്ടെ. തോൽവി ഉറപ്പിച്ച ഒരു യുദ്ധത്തെക്കുറിച്ച് അടുത്ത അനുചരന്മാരുമായി അദ്ദേഹം ചർച്ച ചെയ്യാൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു, പ്രഭു, ഒരു വിശിഷ്ടാതിഥി കാണാൻ വന്നിട്ട്. രാജാവ് ചെല്ലുമ്പോ ഇത് തൊട്ടടുത്ത മേദ്യ എന്ന രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. മീഡുകൾ എന്ന് നമ്മൾ പിൽക്കാല ചരിത്രം പറയുന്ന മീഡുകളുടെ ചക്രവർത്തിയായ ദാരിയൂസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ദാരിയൂസും കോരശും തമ്മിലൊരു ബന്ധം. ആ ബന്ധം ദാരിയൂസിന്റെ മകളെ കോരശ് വിവാഹം കഴിച്ചിരുന്നു എന്ന് വെച്ചാൽ അമ്മാവിയപ്പനാണ്. പണ്ടങ്ങനൊരു ശൈലിയുണ്ട്. അടുത്തടുത്തുള്ള 2 രാജ്യങ്ങൾ തമ്മിൽ ശത്രുത വരാതെ നയതന്ത്ര ബന്ധം വിജയിക്കാൻ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ദാരിയൂസ് ഈ വാർത്ത അറിഞ്ഞു വന്ന ദാരിയൂസ് പറഞ്ഞു, മകനെ, ഞാനൊരു വാർത്ത കിട്ടും. നീ ബാബിലോണിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടു. നേരാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവേ, അത് ശരിയാണ്. മകനെ, 87 അടി കനവും 50 അടി ഉയരവും ഏതാണ്ട് 60 ചതുരശ്ര മൈൽ വിസ്തൃതിയുമുണ്ട് ഒരു നെടുങ്കൻ കോട്ടയ്ക്കുള്ളിൽ അവൻ കഴിയുകയാണ്. നിങ്ങൾക്ക് മനസ്സിൽ കിടക്കാൻ ആ പലയാവർത്തി ഞാൻ അളവ് പറയുന്നത്. സദാ അടഞ്ഞു കിടക്കുന്ന 100 കതകുകളും
ഒരു പ്രവേശന കവാടവുമുള്ള ആ നഗരത്തിന്റെ സുരക്ഷിതത്വ സംവിധാനം നിനക്കറിയാമോ? ചിട്ട തെറ്റാത്ത പട്ടാളം, കർത്തവ്യനിരതരായ സൈനിക മേധാവികൾ, ആജ്ഞ നടപ്പിലാക്കാൻ കഴിയുന്ന ബേൽഷസർ, യുദ്ധപാരമ്പര്യങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ അവന്റെ ചരിത്രം, ഇതെല്ലാം ഓർക്കണം. നീ വളരെ ശിശുവാ പിതാവേ, അതൊക്കെ സത്യ. പക്ഷെ പോകാതിരിക്കാൻ തരമില്ല. എല്ലാം കേട്ടപ്പോ അദ്ദേഹത്ത് പറഞ്ഞു, എന്നുള്ള പറഞ്ഞു, ഞാൻ പൊരുതി മരിക്കാൻ പോവാ. ഈ പൊരുതി മരിക്കാൻ ഉറപ്പിച്ചവര് പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പൊരുതി മരിക്കാൻ ഉറപ്പിച്ച ആളിന് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പേടി വരുമോ? വരികയല്ല. പണ്ടൊരു സഹോദരി കുടുംബ വഴക്ക് കാരണം ആത്മഹത്യ ചെയ്യാൻ കാട്ടിലേക്ക് ചെന്നു. അവിടുന്ന് ഒരു ചേരപ്പാമ്പിനെ കണ്ട് പേടിച്ച് തിരിച്ചു പോകും. മരിക്കാൻ പോയ ആള് ഈ കടിക്കാത്ത ചേരയെ കണ്ട് തിരിഞ്ഞോടേണ്ട കാര്യമുണ്ട്? കിണറ്റിൽ ചാടിച്ചാകാൻ ഒരു സ്ത്രീ പോയി. അപ്പൊ മഴ പെയ്തപ്പോ കൊടയും ചുരുക്കണ്ടാ പോയത്. മരിക്കാൻ പോകുന്നതിനാ കൊട. നനഞ്ഞാലെന്താ, കത്തിയാലെന്താ, ആ വഴി പോകില്ലേ? അന്നേരവും കൊടയും കണ്ടാ പോകുന്നത്. ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ പോകാനോ പോകും. അപ്പൊ അവര് കമ്മിറ്റഡാണ് ഇതിനു വേണ്ടി. ഓരോ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ പൊരുതി മരിക്കാൻ പോവാ. പൊരുതി മരിക്കുക, അത് നിസാര കാര്യമല്ല. അമ്മാവിയും പറഞ്ഞു, കുഞ്ഞേ, നീ അങ്ങനെ പൊരുതി മരിക്കുകയൊന്നും വേണ്ട. മറിച്ച് നീ ശ്രദ്ധിക്കേണ്ട കാര്യം, നീയേ ജയിക്കൂ. ജയം നിനക്കൊപ്പമാണ്. നീ ജയിക്കാൻ ഞാന് ഒരു ഐഡിയ പറയാം. നീ തന്നെ പോകണ്ട. ഞാനും എൻ്റെ സേനയും നിന്റെ കൂടെ വരും. നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്യും. നമ്മളെ ജയിക്കും. കൊരശി പറഞ്ഞു, പിതാവേ, അത് വേണ്ട. അപ്പച്ചൻ കൂടെ വന്നാൽ അതൊരു പ്രശ്നമാണ്. കാരണം അപ്പച്ചന്റെ പഴയ മോഡലുള്ള യുദ്ധവും ഇന്നത്തെ യുദ്ധവും തമ്മിൽ ഏക്കുകയില്ല. അത് പ്രയാസമാണ്. ഒരു അപ്പച്ചനെ നോക്കാൻ പോണോ, യുദ്ധം നോക്കാൻ പോണോ, ആകെ പ്രശ്നമാകും. അപ്പച്ചന് ഈ രാജ്യമൊക്കെ നോക്കി ഇവിടെ കഴിഞ്ഞാൽ മതി. നമുക്കങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. അതായത് കൂടെ പ്രാപ്തനായ ഒരു അപ്പച്ചനുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രോഗ്രാം എടുത്താലും പ്രേയറിന്റെ കൺവീനറാക്കും. കാരണം അപ്പച്ചൻ അവിടെ ഇരുന്നോളൂ, അതുകൊണ്ടാണ്. അതിനാ എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടി ഈ നാട് നോക്കി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞേ, നീ അപ്പനെ കുറിച്ച് എന്താ ധരിച്ചത്? അപ്പൻ ആരാന്നാ മനസ്സിലാക്കിയത്? എന്നെങ്കിലും ഒരിക്കൽ ബേൽഷസർ നിന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അത് ലക്ഷ്യമിട്ട് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടത് ഞാൻ കരുതി വെച്ചു. മകനെ, ആർക്കും കടക്കാനാവാത്ത കൃത്യതയുള്ള സുരക്ഷിതത്വമുള്ള അവന്റെ കോട്ടയ്ക്കകത്ത് നുഴഞ്ഞു കിടക്കാൻ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ട ഈ വഴി വന്നേ. മാർഗം കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, ആ വഴി സുഗമമാക്കി എന്റെ പടയാളികൾ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ആയുധം വെച്ച് കെട്ടി സുഗന്ധ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി കഴിഞ്ഞു. ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം അവര് ഫൈറ്റിംഗ് ആരംഭിക്കും. ഇതൊന്നും അറിയാതെ ബേൽഷസർ അവിടെ ഈ വിരുന്നിനുള്ള സൽക്കാരങ്ങൾക്കുള്ള പരിപാടി അതിഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ്. അപ്പോൾ കോരേശിന് സംശയം, അപ്പ 87 അടി കനവും 50 അടി ഉയരവും 15 മൈൽ നീളവും 15 മൈൽ വീതിയുമുണ്ട് ഈ കോട്ടയ്ക്കകത്തെ സുരക്ഷിതത്വം അറിയാണ്ട് ഏതുവഴി അകത്ത് കയറുമെന്നായി പറഞ്ഞു. ആ മകനെ, അവന്റെ രാജ്യത്തിന്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ടല്ലോ, യൂഫ്രട്ടീസ്. ആ യൂഫ്രട്ടീസിന്റെ ഉത്ഭവ സ്ഥാനത്ത് എന്റെ അടിമകൾ കഴിഞ്ഞ മാസങ്ങളിൽ പണിയെടുത്ത് തടി വെട്ടി കിട്ടും, കല്ലുരുട്ടി കിട്ടും, പശമണ്ണ് തെച്ച് പിടിപ്പിച്ചു ഒരു ചിറകെട്ടിയ വെള്ളം 2 വഴിയിലേക്ക് ഗതി തിരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നദി വറ്റി. ആ വറ്റിയ നദിയിലൂടെ സുഗന്ധവസ്തു വിൽക്കുന്ന ആളുകളുടെ വേഷത്തിൽ പടയാളികളകത്ത് കടന്നു കഴിഞ്ഞു. വിഷം മാറിയ പടയാളികൾ. യുദ്ധതന്ത്രം കണ്ടോ? ഇതിനാ ഇന്നലെ ഞാന്
ഈ നദി ഉത്ഭവിച്ചു വരുന്ന സ്ഥലവും അതിന്റെ നീളവും വീതിയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും വീഡിയോ ഓഫാക്കിയിട്ട് അവിടുന്ന് ചപ്പാത്തി കഴിക്കുക. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. മകളെ, നിന്റെ വിചാരമല്ല എന്റെ വിചാരം ഇപ്പൊ മനസ്സിലായി. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ഇനിയിപ്പോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് ആ കഥയൊക്കെ ഞാൻ പറഞ്ഞു. അവിടെ ചിറകെട്ടി വെള്ളം രണ്ടു വഴിക്ക് വിട്ടിട്ട് ഉണങ്ങിയ നിലം വഴി അകത്ത് കിടന്നെന്ന്. എന്തിനാ പറഞ്ഞെന്നറിയില്ലേ? ഒരുപാട് ദിവസം എഴുതിക്കുക. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറ്റുമെന്ന്. ആറാമത്തവൻ തന്റെ കാഹളം ഊതി, കലശം ഒഴിച്ചു യൂബർട്ടീസ് നദിയിൽ. 16-ാം അധ്യായത്തിൽ പറയാ, 16-12 പറയാ, ആറാമത്തവൻ തന്റെ കാഹളം യൂബർട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചപ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വരേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. ഒരിക്കൽ ദൈവം വെള്ളം വറ്റിച്ച് കാണിച്ചു ചരിത്രത്തിൽ. ഇത് സംഭവിക്കാൻ ഒരാവർത്തനം കാത്തിരിക്കുന്നെന്ന് അറിയിക്കാൻ ഞാൻ ഈ ചരിത്രം വഴി ഒന്ന് വന്നാ, എന്നിട്ട് അതുവഴി അകത്ത് കിടന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ച ആളാണ് കോരേശ്. കല്യാണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ, ആമ്പിള്ളാര് കേൾക്കുന്നുണ്ടെങ്കിൽ, മക്കളെ കല്യാണം കഴിക്കുകയാണ് ഇങ്ങനെയുള്ള അമ്മായിയപ്പനുള്ള വീട്ടിൽ നിന്ന് കെട്ടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിനൊക്കെ പകരം വികാസന്മാര് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ കൂടുതൽ പറയാതിരിക്കുക ഭംഗി. എനിക്ക് പലരെയും മുഖം കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഞാനും അത് ഒത്തിരി വിശദീകരിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. കോരേശിനെ മനസ്സിലായോ? അമ്മായിയപ്പനെ മനസ്സിലായോ? ചെറുക്കന് വേണ്ടിയെല്ലാം കരുതി വെച്ച് അവസാനം യുദ്ധം വരുമെന്നറിഞ്ഞിട്ട് അതിനു വേണ്ട സംവിധാനം കൂടെ ചെയ്തു വെച്ച അമ്മായിയപ്പനായിരുന്നു കോരേശിന്റെ അമ്മായിയപ്പനായ ദാര്യാവേശ്. ഇനി നമുക്ക് കോരേശിന്റെ മറുപടി കേൾക്കാം. കോരേശ് പറഞ്ഞു, പിതാവേ, ഇതൊക്കെ ശരിയാണ്, പറഞ്ഞൊക്കെ സന്തോഷമാണ്. പക്ഷേ എനിക്ക് ഈ ഒളിഞ്ഞുള്ള യുദ്ധത്തിൽ താല്പര്യമില്ല. ഇങ്ങനെ പാത്തും പതുങ്ങിയും ചെന്നിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് മനുഷ്യനെ കൊന്നേറ്റ് പോരുന്ന അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. ഇടുക്കി എന്നുള്ള ആരും കേൾക്കുന്നുണ്ടേ മനസ്സിലാക്കി. മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നിട്ട് കാര്യം. എനിക്ക് നേരെ അഭിമുഖം, മുഖാമുഖം നോക്കി വേണം യുദ്ധത്തിന് പോകാൻ. അതിലാണ് പദ്ധതി. അങ്ങനെ കുറേശ്ശെ അമ്മായിയപ്പനോടെല്ലാം പറഞ്ഞ് ആ വഴി വരാൻ. ഇവിടുന്ന ഉണങ്ങിയ വഴി കൂടി താഴെ നിന്നും മുകളിൽ നിന്നും വഴി ഒരുക്കി അതിലെ അകത്ത് കയറിക്കോ. ഞാന് നേരെ മുമ്പിൽ കൂടി വരും, നേരെ അഭിമുഖമായിട്ട് വരും. അങ്ങനെ കോരേശും സേനയും അഭിമുഖ യുദ്ധത്തിന് വരിക. ദാര്യാവേശ് 2 വഴിക്കെന്ന് വരിക. എന്റെ അത്ഭുതം അതല്ല, ഈ വരവ് വരെ പ്രവാചകൻ പ്രവചിച്ചു. നിങ്ങൾ വായിച്ചോളൂ. ഇതൊന്നും നമ്മൾ തെളിവില്ലാതെ പറയാൻ പാടില്ല. യശയ്യാപ്രവചനം 21-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 21 അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കൊടുക്കുക. സമുദ്രതീരത്തെ മരുഭൂമിയെ കുറിച്ചുള്ള പ്രവാചകൻ. തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു. കഠിനമായ ഒരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദ്രോഹി ദ്രോഹം ചെയ്യുന്നു, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു. ഏലാമേ കയറി ചെല്ലുക. ഏലാമേ കയറി ചെല്ലുക. ഏലാം ഒരു രാജ്യത്തിന്റെ പേരാ. പിന്നെ മേദ്യയെ നിരോധിച്ചുകൊള്ളുക. മേദ്യയെ നിരോധിച്ചുകൊള്ളുക. അതിന്റെ ഞരക്കമൊക്കെയും ഞാൻ നിവർത്തി കളയും. അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു. എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു. കണ്ണ് കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം പതറുന്നു. ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ കാംക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. മേശയൊരുക്കുവീൻ, പരവതാനി വിരിപ്പീൻ, ഭക്ഷിച്ച് നിൽക്ക്. ഇവിടെ വരെ വായിച്ചത് വിഷയത്തോട് യോജിക്കുന്നു. മരുഭൂമിയിൽ നിന്നൊരു സേന കയറി വന്നു, ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ വന്ന് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വരിക. ആ വരുന്ന വരവില്
ദ്രോഹി ദ്രോഹം ചെയ്യും, കവർച്ചക്കാരൻ കവർച്ച ചെയ്യും. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. അടുത്ത ഭാഗം കൊണ്ട് യോജിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പറയാ, നമുക്ക് വല്ലതും കഴിക്കാവുന്ന പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, മേശ ഒരുക്കുവീൻ, പക്ഷിക്ക് പാനം ചെയ്യാൻ. ഇതെങ്ങനെ യോജിക്കും? ഒരാൾ വീട്ടിൽ വന്ന് കവർച്ച നടത്തുമ്പോൾ നിങ്ങൾ വല്ലതും കഴിക്കും മനുഷ്യനെന്ന് ഭാര്യ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ആലോചിച്ച് നോക്കിയേ. ഒരാൾ കവർച്ച നടത്തുക, നിങ്ങൾ പെട്ടെന്ന് വല്ലതും കഴിച്ചേച്ച് കിടക്കും മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാര്യം നടക്കുമെന്ന് ഓർത്ത്. മേശ ഒരുക്കുവിൻ, പരവതാനി വിരിപ്പീൻ, പ്രഭുക്കന്മാരെ. അടുത്ത വാക്യം വായിച്ചേ. പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ, ആ, പരിചയ്ക്ക് എണ്ണ പൂശുവീൻ. എന്തോ ഒരു കാര്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാ, ഇടയ്ക്ക് പരിചയ്ക്ക് എണ്ണ പൂശി. നീതി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള. അപ്പോൾ പരിചയ്ക്കെണ്ണ പൂശുവിൻ വചനം പറയാണ്. എന്തിനു പരിചയ്ക്ക് എണ്ണ പൂശുന്നത്? ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് എന്താ അങ്ങനെ സംസാരിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. നീ അടുത്ത വാക്യം. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയട്ടെ. അവൻ കാണുന്ന അറിയിക്കട്ടെ. അറിയിക്കട്ടെ. ഈരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. മതി മതി, പെട്ടെന്ന് വായിച്ചിട്ട് വഴങ്ങിത്തരാത്തൊരു ഭാഗം. പാസേജുകൾ തമ്മിൽ പൊരുത്തമില്ലാത്ത പോലെ, കണ്ണികകൾ തമ്മിൽ യോജിപ്പില്ലാത്ത പോലെ കിടക്കും. എന്താ ഇത്? നമുക്ക് പിന്നെ പരിശോധിക്കാം. പിന്നെ പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവും. ശ്രദ്ധിക്കണം. കാര്യം കോരേശൻ യുദ്ധസന്നദ്ധനായി വന്നു. കോരേശ് അതിർത്തിയോട് സമീപിച്ചു. വളരെ സന്തോഷചിത്തനായി ശക്തിപ്പെട്ടു. ആയുധധാരികളായ പടയാളികൾക്കൊപ്പം ബാബിലോന്യ കോട്ടയുടെ മുമ്പിൽ വരുമ്പോ ഇതാ കോട്ട അതിൽ അടഞ്ഞു കിടക്കും. അതുപോലെ വിജനമായ, എപ്പോഴും ജാഗരൂകരായി കിടക്കുന്ന ബാബിലോന്യ പട്ടാളം യാത്ര ചെയ്യുന്നു. ആ സ്ഥലത്തൊരു വ്യത്യാസം. സദാ അടഞ്ഞു കിടക്കുന്നു എന്ന് കരുതിയ സകല വാതിലുകളും മലർക്ക തുറന്നു കിടക്കും. എന്തൊരത്ഭുതം! കോട്ടക്കരിക്കിലേക്ക് സമീപിച്ച കോരശിനെ തടഞ്ഞുകൊണ്ട് പ്രധാന സേനാനായകൻ പറഞ്ഞു, പ്രഭു കടക്കരുത്, നമ്മൾ അകത്ത് കടക്കും, ഇവറ്റകൾ കഥ കടക്കും, പുറത്തിറങ്ങാനാവാതെ നമ്മെ ബുദ്ധിമുട്ടിച്ച് വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടി നമ്മുടെ അന്ത്യം വരുത്തും, ഇവിടെ നിൽക്കുക. കോരശ് പറഞ്ഞു, മരണമുറപ്പിച്ചു വന്നവനാ ഞാൻ, ചതിവ് എനിക്ക് പ്രശ്നമല്ല. പോരുതി മരിക്കാൻ തീരുമാനിച്ചവർക്ക് എന്റെ ഒപ്പം വരാം, ഭയമുള്ളവർക്ക് തിരിച്ചു പോകാം. അവർ മുമ്പോട്ട് നീങ്ങിയപ്പോ താടി വളർത്തിയ, മുടി നീട്ടി വളർത്തിയ, തേജോരൂപികളായ ഒരുപറ്റം വയോവൃദ്ധന്മാർ ഓടി അരികിൽ വന്നു. അവരുടെ കയ്യില് ചില പുസ്തക ചുരുളുകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, പ്രഭു, അങ്ങ് കോരേശല്ലേ, അങ്ങ് പേർഷ്യൻ രാജാവല്ലേ, അങ്ങ് വരുന്നതും കാത്ത് ഞങ്ങളുടെ നിൽക്കായിരുന്നു. അങ്ങ് ഇന്ന് വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഈ ദിനങ്ങളിൽ ഒന്നിൽ അങ്ങയുടെ വരവ് കാത്ത് ഞങ്ങൾ നിൽക്കാൻ കാരണം, അങ്ങിവിടെ കടന്ന് ഈ കോട്ട കീഴടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അങ്ങയ്ക്ക് ഈ കോട്ടയ്ക്കകത്തേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിന്റെ കോട്ടയ്ക്കകത്തേക്ക് എന്നെ ക്ഷണിക്കുന്ന താങ്കൾ, നിങ്ങൾ ആരാ? പ്രഭു, ഞങ്ങൾ അങ്ങയുടെ ശത്രുക്കളല്ല. അങ്ങ് ജനിക്കുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ് അങ്ങയുടെ പേർ എഴുതി വച്ചു അങ്ങ് ഇതുവഴി വരുമെന്ന് പ്രവചിച്ച പ്രവാചകന്റെ ഗ്രന്ഥ ചുരുള് നെഞ്ചേറ്റി ലാളിച്ച് അത് നിരന്തരം വായിച്ച് നിന്റെ വരവിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപറ്റം യഹൂദ റവിമാരാണ് ഞാൻ. നിന്നെക്കുറിച്ച് എഴുതിയ ഭാഗം വായിച്ചു കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് യെശയ്യാ 45 ചുരുൾ നിവർത്തി കോരേശിനെ വായിച്ചു കേൾപ്പിച്ചു. കോരേശ്, നീ എന്റെ ഇടയൻ, നീ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. കോരേശ്, നീ കടന്നു വരുന്ന വഴിത്താരയിൽ
വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്, കതകുകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ. പേർഷ്യൻ മതക്കാരനായ പേർഷ്യൻ രാജാവ് കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് ചാടി നിലത്തെ മണ്ണുവാരി ചുംബിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഈ യഹൂദ റബിമാർക്കും നന്ദി പറഞ്ഞു പ്രതീക്ഷയോടെ കോട്ടയ്ക്കകത്ത് കടന്നു. കോട്ടയ്ക്കകത്ത് കടക്കുമ്പോ ചെറുത്തു നിൽക്കാൻ ത്രാണിയില്ലാതെ മദ്യപിച്ചു മതോന്മത്തരായി അങ്ങുമിഞ്ഞും നടക്കുന്ന പട്ടാളക്കാരെ കണ്ടു. അതിന്റെ മേധാവികൾ കുഴഞ്ഞു വീണ് കിടക്കുന്ന കാഴ്ച കണ്ടു. എന്താ സംഭവിച്ചെന്നറിയണ്ടേ? പറയാം. ഭയങ്കരാണ്. മഹത്തുക്കളിൽ 1000 പേർക്ക് വിരുന്നൊരുക്കാൻ തയ്യാറാക്കിയ സജ്ജീകരണങ്ങൾക്കൊടുവിൽ ഇവർക്കൊക്കെ, ക്ഷണിച്ചപ്പെട്ടവർക്കൊക്കെ കോട്ടയ്ക്കകത്ത് കിടക്കണം. 10,000 പേര് മൊത്തം വരും. അതിനുവേണ്ടി രാവിലെ തുറന്ന കതകുകളാ ഈ 100 കതക് വൈകുന്നേരത്ത് അടയ്ക്കാൻ മറന്നു. കാരണം അത് പതിവില്ലാത്ത കാര്യമാണ് എല്ലാം തുറക്കുന്നത്. രണ്ടാമത്തെ കാര്യം, രാജാവകത്ത് ഈ സൽക്കാരകർമ്മങ്ങൾക്കിടയിൽ ഞാൻ ആ സ്ഥലമൊക്കെ കാട്ടിത്തന്നിട്ടു. അതിനിടയിൽ അയാൾക്കൊരാഗ്രഹം. അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേം ആക്രമിച്ച ഘട്ടത്തിൽ ശേഖരിച്ചു കൊണ്ടുവന്ന പൊൻവെള്ളി പാനപാത്രങ്ങൾ അത് ഭണ്ഡാരഗൃഹത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആദ്യം ഇവിടെ എടുക്കാൻ പറഞ്ഞു. ഇവിടെ ഗ്ലാസോ പാത്രം ഇല്ലാഞ്ഞിട്ടല്ല, അഹങ്കാരം. അതിൽ വീഞ്ഞൊഴിച്ച്, അഭിസാരികമാരായ സ്ത്രീകൾ വീഞ്ഞൊഴിച്ച് അതിലേക്കെടുത്ത് കുടിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ വിരലുകൾ ചുവരിൽ എഴുതി, നിന്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അവന്റെ ഏപ്പാടി ഭയപരവശനായി ദാനിയേൽ പൊരുൾ വന്ന് വ്യാഖ്യാനിച്ചു. പക്ഷെ എന്റെ അത്ഭുതം അതല്ല. കോരേശ് വന്ന് ഇങ്ങനെ അകത്ത് കയറി കഴിഞ്ഞു. ഈ പാനപാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് ഇരുട്ടറയില്ല. നമ്മൾ ഈ ബി നിലവറ എന്നൊക്കെ പറഞ്ഞ പോലെ ആ കുറ്റാക്കുറ്റി ഇരുട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരോ നടക്കില്ല. പിരമിഡില്ലേ ഈജിപ്തിലൊക്കെ, അതിനുള്ളിൽ കടന്ന പോലെയാ. ഇതിലേ വരുമെന്നൊന്നൊരു പിടിയില്ല. അപ്പോൾ ഇത് കാക്കുന്നത് ഷണ്ണന്മാരാണ്, രാജാവിന്റെ വിശ്വസ്ത സേവകരാണ്. കൊന്നിട്ടാൽ പോലും ഇവര് പറയില്ല എതിലെയാ പോകേണ്ട വഴി, താക്കോൽ എവിടെയാന്നും പറയും. അന്ന് കോരശ് വരികയും രാജ്യം തകരുകയും ചെയ്താൽ ഈ ഭണ്ഡാരഗൃഹങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പാനപാത്രങ്ങൾ, ദേവാലയത്തിലെ വിശേഷപ്പെട്ട ഉപകരണങ്ങളൊക്കെ മണ്ണ് വീണടി കണ്ടുപിടിക്കാൻ പറ്റിയത്. വഴി സുഗമമായ അറിയോ? താഴെ പോയിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് മുകളിൽ കൊണ്ട് വെച്ചപ്പോ കൃത്യം മനസ്സിലായി ഇതിന്റെ പദ്ധതി എന്താണെന്നറിയണ്ടേ. ഇത് കോരേശിന്റെ പക്കക്ക് കിട്ടും, ഇല്ലെങ്കിൽ മണ്ണ് വന്നടിയും. അടിച്ചു തകർത്ത് പോന്ന വഴിക്ക് ഇതിനകത്തെ രഹസ്യ അറകളോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവ എണ്ണി അടുപ്പിച്ച് മുകളിൽ കൊണ്ടുവരുമ്പോ മനസ്സിലായി എതിലേ ഇറങ്ങണം, എങ്ങനെ പോകണം. വാതിലുകൾ തുറന്നു കിടക്കുകയാണ് ആ ഭൂഗർഭറയുടെ. ഇത് കോരേശിന്റെ പക്കലേക്ക് എത്തിയപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി, ആർക്കും കൊടുക്കാത്തത് നിന്റെ കൺമുമ്പിൽ കൊണ്ടുതരും. ഓർത്തു നോക്കിയ ദൈവത്തിന്റെ പൈതങ്ങളെ, എത്ര കാലങ്ങൾക്കപ്പുറത്ത് നഷ്ടമായതും തിരികെ തരാൻ കഴിയുന്ന മഹാദൈവത്തിന്റെ ശബ്ദം നമ്മൾ ഇന്ന് കേൾക്കുമെങ്കിൽ നഷ്ടങ്ങളെ പൂരിപ്പിക്കുക മാത്രമല്ല, അത് വലിയ അനുഗ്രഹത്തോടെ നമ്മുടെ പക്ക തിരിച്ചു തരുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വലിയവൻ. ഹല്ലേലൂയ. ദീർഘിപ്പിക്കണ്ട. മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ ഈ വസ്തുതയോട് ബന്ധപ്പെട്ട് ഒരു കാര്യം അറിയാം. ദൈവജനമേ, കോരശ് വന്നു നെബൂഖദ്നേസറിന്റെ ബേൽശസ്സറുടെ ഏപ്പാടിന്ന് അയാള് വിഷരഹിതനായി കിടക്കുക. അപ്പോഴാണ് ദാര്യാവേശിന്റെ സേന ഒട്ടകപ്പടയായി കഴുതപ്പടയായിട്ട് 2 വഴിക്ക് കയറി വരും. ഈ രംഗമാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർന്നു. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം വിറയലാക്കി തീർത്തു. മേശ ഒരുക്കി ഭക്ഷ്യവസ്തുക്കൾ പാനം ചെയ്തിരിക്കെ ഇതാ ഈരണ്ടീരണ്ടായി വരുന്ന ഒട്ടകപ്പട, കഴുതപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കട്ടെ.
തെക്ക് മരുഭൂമിയിൽ നിന്ന് ചുഴലിക്കാറ്റ് വരുമ്പോൾ ഒരു സേന പാഞ്ഞു വരുന്നു. നീട്ടണില്ല. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ്, അതായത് അമ്മാവിയപ്പൻ, അവന് പകരം രാജാവായി. ഒരു സാമ്രാജ്യം വീണു. ദാര്യാവേശ് അധികാരത്തിലെത്തി. കുറെ കഴിഞ്ഞ് ദാര്യാവേശ് മരിച്ചതോടെ കോരശ് തന്നെ വന്നു. ദാര്യാവേശിന്റെ രാജ്യം കോരശിന്റെ കയ്യിലായി. മരുമകൻ ദാര്യാവേശ് ആദ്യമൊക്കെ മനോഹരമായി ഭരിച്ചു. പിന്നെ തീച്ചുളയില് ദൈവത്തിന്റെ ദാസനെ കൊണ്ടിട്ടു, ചിമ്പക്കുഴിയിൽ, അതൊക്കെ നമുക്കറിയാം. അതൊന്നും വിജയിച്ചില്ല. കോരശ് അധികാരത്തിൽ വരുമ്പോൾ ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓരോ ഇസ്രായേലിനും താന്താന്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. ദൈവത്തിന്റെ ജനമായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാം, ദേവാലയം പണിയാം, അവിടെ ചുറ്റുമതിൽ പണിയാം, അവന് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. നെഹെമ്യാവിന്റെ കാലം എത്തുമ്പോൾ ചുറ്റുമതിൽ പണിയുന്നു. ചുരുക്കത്തിൽ 70 ആണ്ടുകൾക്കൊടുവിൽ ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് മടങ്ങി. സെരുബ്ബാബേൽ അവർക്കൊരാലയവും പണിതു. ആ കാലത്ത് ഇങ്ങനെ ചരിത്രം പുരോഗമിക്കുക. പക്ഷെ മറ്റൊരു കാര്യ ഞാൻ പറഞ്ഞു, ബാബിലോൺ എന്ന മഹാനഗരം അന്ന് തകർന്നു. പ്രതാപശാലികളുടെ ആ നഗരം ഇന്ന് ആ സ്ഥലത്ത് ചെന്നാൽ ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റും. ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല ഇപ്പൊ അവിടേക്ക് പോകാൻ. പക്ഷേ ദുബൈയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ പോകാൻ പറ്റും. അവിടെ ചെന്നാൽ ഏൻഷ്യന്റ് ബാബിലോണിയയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഒരു സിറ്റി കാണാം. അതിന്റെ പേര് തന്നെ സിറ്റി ഓഫ് ബാബിലോൺ. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററും ഒരു 2 പോലീസുകാരും, ചെറിയ അപ്രധാനമായ ഒരു സ്റ്റേഷൻ, എല്ലാ വണ്ടിയും നിർത്താത്തൊരു സ്റ്റേഷൻ. അവിടുന്ന് ഗൈഡ് വണ്ടിയായിട്ട് വന്ന് യാത്രക്കാരെ പിക്കപ്പ് ചെയ്യും. കുറെ ദൂരെ ഓടിക്കഴിയും. ചിതറിക്കിടക്കുന്ന കല്ലുകളും കുറ്റിക്കാട് പിടിച്ചു കിടക്കുന്ന മരുഭൂവൽക്കരിക്കപ്പെട്ട ഒരു ദേശത്ത് കൂടി പോകും. ഗൈഡ് പറയും, ഇതാണ് പൗരാണികമായ ഈ ബാബിലോണിയൻ കോട്ട. അതെല്ലാം കണ്ട് വരും വഴിക്ക് ഏതാണ്ട് ഒരു 4 മണിയോളം നമ്മുടെ നാട്ടിലെ സമയം എത്തുമ്പോഴേക്ക് ഗൈഡ് പറയും, നമുക്ക് നിർത്താം, കാരണം ഇനി നിൽക്കരുത്. മറ്റൊന്നുമില്ല, ഈ കുറ്റിക്കാട്ടിലെ വിഷപ്പാമ്പുകൾ ധാരാളം. അവ പുറത്തിറങ്ങും. അതിന്റെ കടി ഏറ്റാൽ രോമകൂപങ്ങളിലൂടെ രക്തം വന്ന് മനുഷ്യൻ മരിച്ചു. അപകടമാണ്. 2 കുറുക്കന്മാർ നമ്മുടെ വണ്ടിയിലെല്ലാം ചാടിക്കയറും. മരുഭൂമിയിലെ കുറുക്കന്മാർ കടവാതിലുകൾ ചിറകടിച്ച് വല്ലാത്ത ഒച്ച ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ സന്ധ്യാസമയം ഈ ജീവജാലങ്ങളുടെ ഒരു വികാര കേന്ദ്രമായിട്ട് ഇവിടെ കിടക്കുക. എല്ലാം കൊണ്ടും ഒരു ഭീതി ഉണ്ടാകും ആ സമയത്ത്. ഭയങ്കര പാടാണ്. അതുകൊണ്ട് പെട്ടെന്ന് കയറണം. ചിലർ പിന്നെ ഇത് കണ്ട് അവിടെ നിൽക്കും. മലയാളിയൊക്കെ കൊണ്ട് തീർന്നു. അവൻ പിന്നെ അതുവഴി അതിന്റെ പുറകെ നടക്കും കുറച്ചു നേരം. വലിയ പാടാണ് അവിടുന്ന് ആളെ കൊണ്ടുവരാൻ. ഇവരതുകൊണ്ട് ഇച്ചിരി കൂടി നേരത്തെ നമ്മുടെ ഈ സ്വഭാവം അറിയാവുന്ന, കാരണം ഭയങ്കര അപകടമാണ് പിന്നെ വരുന്നത്. കുറ്റിക്കാട് പിടിച്ച് കിടക്കുക. വഴി തെറ്റിപ്പോയാൽ തീർന്നു. ഏതാണെന്നറിയട്ടെ, പഴയ ബാബിലോണിയ ചക്രവർത്തി നെബൂഖദ്നേസർ ഭരിച്ച കാലഘട്ടത്തിലെ കൊട്ടാരവശിഷ്ടങ്ങളും കോട്ടമതിലും ഒക്കെ കിടക്കുന്നു. അവിടെ കിടപ്പുണ്ട്. ഹാങ്ങിങ് ഗാർഡൻ പഴയ, അതെല്ലാം തകർന്നു കിടക്കുന്ന ആ കാഴ്ച കാണാം. ഞാന് പ്രസംഗിക്കുന്ന രാത്രി വരെ അത് തിരിച്ചു പണിതിട്ടില്ല. എന്റെ അത്ഭുതം ഇതല്ല, ഈ തകർന്നു കിടക്കുന്ന ബാബിലോന്യ പട്ടണത്തിന്റെ ശൂന്യങ്ങൾ, കല്ലുകൾ ചിതറിക്കിടക്കുന്നത് വരെ യെശയ്യാവ് മുൻകൂട്ടി പ്രവചിച്ചു. അതുകൂടി നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം 19 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാട്ടെ. യെശയ്യാ 13:19. യെശയ്യാ 19:30, 13:19, 13. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ
ദൈവം സോതോമിനെയും ഗോമോരയും മറച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. ഈ ബാബിലോണിന്റെ പ്രതാപ കാലഘട്ടത്തിൽ ആ നഗരത്തിന്റെ കിടപ്പ് കണ്ട് പ്രവാചകൻ പറയുക, സോതോമിനെയും ഗുമേറയെയും എങ്ങനെ തകർത്തോ അതേ രൂപത്തിൽ നിന്നെ തകർത്ത് കളയും. പിന്നെ വായിക്കാം. അതിലൊരു നാളും കുടിപാർപ്പുണ്ടാകയില്ല. അവിടെ മനുഷ്യ ജീവിതം സാധ്യമല്ല. അവിടെ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല. പിന്നെ തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. തലമുറ തലമുറയോളം അവിടെ ആരും വസിക്കയില്ല. പിന്നെ അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. ഈ വാക്യം 21 എനിക്ക് തോന്നുന്നു, നോട്ട് ചെയ്തു. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. പിന്നെ ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയും ഇല്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയില്ല. പിന്നെ ആരവിടെ കിടക്കുന്നത്? മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അത് മരുമൃഗങ്ങൾ കിടക്കുന്ന ഇടമാകും. പിന്നെ അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. അവിടെ അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഇതിനൊക്കെ ഒരു കാര്യം, ഈ രാജാവ് കിടക്കുന്ന ഒരു കാട്ടിലുണ്ട്. ഒലിമരത്തിന്റെ തായ്തടിയിൽ 101 ആശാരിമാർ 101 തച്ചുകൊണ്ട് പണിത കട്ടിലാണ്. അവിടെ ഇപ്പൊ ആരാ കിടക്കുന്നത്? മരുമൃഗങ്ങൾ അവിടെ കിടക്കുന്നു. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. പിന്നെ ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നല്ല ഡാൻസ്. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. പിന്നെ അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. കുറുനരികൾ ഓളിയിടുന്ന, ചെന്നായ്ക്കൾ അലറുന്ന ഭീകരതാവളമായി അത് മാറുമെന്ന് പ്രവാചകൻ കർത്താവായ യേശുവിനും 750 വർഷം മുമ്പ് പ്രവചിച്ചത് ഇന്നവിടെ ചെന്നാൽ കാണാം. ദൈവത്തിന്റെ മക്കളെ, ബൈബിൾ പ്രവചനങ്ങളുടെ കൃത്യത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തകർന്നടിഞ്ഞ് അവിടെ കിടക്കുക. നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. ഈ നഗരം ഒന്ന് പുനർനിർമ്മിക്കാൻ ആഗ്രഹിച്ചു. പലരും ശ്രമിച്ചതാ. അതിന് കഴിയുന്ന ഒരാൾ സദ്ദാം ഹുസൈനായിരുന്നു. ഇറാഖ് ഭരിക്കുന്ന കാലം 80കളിലാണ് സദ്ദാം ബാത്ത് പാർട്ടിയുടെ നേതാവായി അധികാരത്തിലെത്തുന്നു. ഒടുക്കം വലിയ ആസ്തിയുള്ള ആളായി മാറുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പണം. അന്ന് അമേരിക്ക സദ്ദാമിനെ പിന്തുണച്ച് ഇറാനെ എതിർക്കുന്ന കാലമാണ്. അങ്ങനെ കോടികളുടെ ആസ്തി. 100 എഞ്ചിനീയേഴ്സിനെ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും അദ്ദേഹം റിക്രൂട്ട് ചെയ്തെടുത്തു. 3 മലയാളി അടക്കം. പഴയ ഈ ബാബിലോന്യ പട്ടണം ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പൊതുജനങ്ങളെ വിവരമറിയിച്ചും ഫണ്ട് ശേഖരിച്ചുമൊക്കെ ഇത് മനോഹരമാക്കി പുതുക്കി പണിത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അദ്ദേഹം അന്ന് പുറത്തിറക്കിയ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പോസ്റ്ററുകൾ നമ്മുടെ